ഓക്കെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബയോമോളിക്യൂൾസ് ആണ്. ബയോമോളിക്യൂൾസിൽ ആദ്യം പഠിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സിനെ പറ്റിയാണ്. കാർബോഹൈഡ്രേറ്റ്സിന്റെ ജനറൽ ഫോർമുല അറിഞ്ഞിരിക്കണം. അതായത് CXH2OY. ഇതിൽ കാർബോഹൈഡ്രേറ്റ്സിൽ ഒരു വെള്ളത്തിന്റെ പ്രസൻസ് കാണാൻ സാധിക്കും. ഇനി ഈ കാർബോഹൈഡ്രേറ്റ്സിനെ മൂന്നായിട്ട് തരംതിരിക്കാം. ബേസ്ഡ് ഓൺ ദർ ബിഹേവിയേഴ്സ് ഓഫ് ഹൈഡ്രോളിസിസ്. മൂന്ന് തരമായിട്ട് തരംതിരിക്കാം. മോണോസാക്രൈഡ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഹൈഡ്രോളിസിസ് നടത്താൻ സാധിക്കില്ല. പിന്നെ ഡൈസാക്രൈഡ്സ് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ 2 തൊട്ട് 10 വരെ നമുക്ക് ഡൈസാക്രൈഡ്സിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഹൈഡ്രോളിസിസ് വഴി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2 തൊട്ട് 10 വരെ മോണോസാക്രൈഡ്സിനെ കാണിക്കുകയാണെങ്കിൽ അത് ഡൈസാക്രൈഡ്സ് ആവും. ഇനി പോളിസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ 10 മുകളിൽ മോണോസാക്രൈഡ്സിനെ കാണിക്കും. 10 മുകളിൽ ഗ്രേറ്റർ ദാൻ 10. ഓക്കെ, ഇനി ഡൈസാക്രൈഡ്സിനെ നമുക്ക് വേറെ പേര് കൂടി വയ്ക്കാം, ഒളിഗോസാക്രൈഡ്സ്. ഇനി മോണോസാക്രൈഡ്സിന്റെയും ഡൈസാക്രൈഡ്സിന്റെയും ഒളിഗോസാക്രൈഡ്സിന്റെയും എക്സാമ്പിളുകൾ ഇമ്പോർട്ടന്റ് ആണ്. മോണോസാക്രൈഡ്സിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിന് മൂന്നിനും കോഡിട്ട് പഠിക്കാം. അതായത് ഇതിന്റെ കോഡ് പറഞ്ഞാൽ ഗേൾ ഫ്രണ്ട് ആണ്, GF. ഗേൾ ഫ്രണ്ട് ഇത് നമ്മൾ പറയും കൂട്ടിലിട്ട താത്താണ്. അതുപോലെ കൂട്ടിലിട്ട ഗേൾ ഫ്രണ്ട്, അതായത് ഗേൾ ഫ്രണ്ട് സ്മോൾ കേജ്, CAGES കേജസ്. ഇതാണ് ഇതിന്റെ കോഡായിട്ട് വരുന്നത്. ഇതിൽ G എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ്, പിന്നെ F എന്ന് പറഞ്ഞാൽ ഫ്രക്ടോസ്. പിന്നെ വേണമെങ്കിൽ കൂടുതൽ പഠിക്കണമെങ്കിൽ ഇതിൽ റൈബോസും കൂടി ഉണ്ട്, അത് വേണമെങ്കിൽ എഴുതിയാൽ മതി. ഇനി സ്മോൾ എന്ന് പറയുമ്പോൾ S ഫോർ സൂക്രോസ്, M എന്ന് പറഞ്ഞാൽ മാൽട്ടോസ്. A വെച്ച് നമുക്ക് പഠിക്കാനില്ല. പിന്നെ L വരുന്നത് ലാക്ടോസ്. ഓക്കെ, ഇതാണ് വരുന്നത്. പിന്നെ കേജസിൽ വരുന്നത് C ഫോർ സെല്ലുലോസ്. A വെച്ച് നമുക്ക് പഠിക്കാനില്ല. G ഫോർ ഗ്ലൈക്കോജൻ. പിന്നെ E വെച്ച് പഠിക്കാനില്ല S എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച്. ഓക്കെ, ഇനി ഈ പറഞ്ഞ ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിന്റെയും ഈ മോണോസാക്രൈഡ്സിനെ 2 തരത്തിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടോ നോക്കണം. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ആൽഡോസ് ആയിരിക്കും. കീറ്റോൺ ഗ്രൂപ്പ് ആണെങ്കിൽ കീറ്റോസ് ആയിരിക്കും. ഇനി ആൽഡോസിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസും റൈബോസും. കീറ്റോസിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫ്രൂക്ടോസ് ആണ്. എല്ലാത്തിനും ഓസ് ചേർക്കണം. ആൽഡോസ്, കീറ്റോസ് അങ്ങനെ എല്ലാവരും ഓസ് ചേർത്തിട്ടാണ് പറയാം. പിന്നെ ഇതിന്റെ ഒക്കെ നെയിമിംഗ് അറിയിക്കണം. ഗ്ലൂക്കോസിന്റെ നെയിം, ഗ്ലൂക്കോസിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കാം. 6 കാർബൺ ആണ്. അപ്പോൾ അതിന്റെ നെയിം വരാം ആൽഡോ ഗ്രൂപ്പിലാണ് പറഞ്ഞത്. അപ്പോൾ തുടക്കത്തിൽ ആൽഡോ ഉപയോഗിക്കാം. ആൽഡോ കാർബൺ എത്ര 6 ആണ്. അപ്പോൾ എങ്ങനെ പറയാം, മെത്ത ബ്യൂട്ട് ഹെക്സ് പെൻഡ് ഹെക്സ് എന്ന് പറയുമ്പോൾ ആൽഡോ എക്സോസ് വരാം അവസാനം. അപ്പോൾ ആൽഡോ എക്സോസ് ആണെന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ പറയാം ആൽഡോ എക്സോസ്. ഓക്കെ, ഇനി അപ്പോൾ റൈബോസിന് എന്ത് പറയും? റൈബോസിൽ 5 കാർബൺ ആണുള്ളത്. 5 കാർബൺ എന്ന് പറയുമ്പോൾ ആൽഡോ പെൻഡോസ്. ഇനി ഫ്രൂട്ടോസിൽ 6 കാർബൺ ആണ്. അതിന്റെ ഫോർമുല അറിയാലോ, C6H12O6 എന്നാണ് ഫോർമുല ഫ്രൂട്ടോസിന്റെയും ഗ്ലൂക്കോസിന്റെയും. പക്ഷേ ഫ്രൂട്ടോസ് ഈ കീറ്റോസ് ഗ്രൂപ്പ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് CHO ആണ് അതിന്റെ വരുന്നത്, അതിന്റെ അവസാനം വരുന്നത്. അത് സ്ട്രക്ചർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. കീറ്റോസിൽ വരുമ്പോൾ COR എന്നാണ് വരാം. നമ്മൾ ജനറൽ ഫോർമുല അറിയാം. ആൽഡോസിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ RCHO ആണ്, കീറ്റോന്റെ പറഞ്ഞു കഴിഞ്ഞാൽ RCOR ആണ്. അതാണ് ഇവരെ രണ്ടിലും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഗ്ലൂക്കോസ് ആണെങ്കിലും ഫ്രക്ടോസ് ആണെങ്കിലും. പിന്നെ റൈബോസ് ആൽഡോസിലാണ്. ഇനി ഫ്രൂട്ടോസിന്റെ വരുമ്പോൾ ഫ്രൂട്ടോസിൽ 6 കാർബൺ ആണുള്ളത്. അപ്പോൾ കീറ്റോസ് ഗ്രൂപ്പ് ആയതുകൊണ്ട് കീറ്റോ 6 കാർബൺ എന്ന് പറയുമ്പോൾ എക്സോസ് തന്നെ എല്ലാത്തിനും എക്സോസ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ നെയിമിംഗ് വരുന്നത്. അതും ഈ മോണോസാക്രൈഡ്സിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പഠിക്കുന്നത് റെഡ്യൂസിംഗ് ഷുഗറും നോൺ റെഡ്യൂസിംഗ് ഷുഗറാണ്. റെഡ്യൂസിംഗ് ഷുഗറിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഓൾ മോണോസാക്രൈഡ്സ് ആർ റെഡ്യൂസിംഗ് ഷുഗർ. പിന്നെ ഈ ഡൈസാക്രൈഡ്സിൽ നമ്മൾ പഠിച്ചല്ലോ സൂക്രോസ്, മാൽട്ടോസ്, ലാക്ടോസ്. ഇതിലെ സൂക്രോസ് ഒഴിച്ച് ബാക്കിയെല്ലാം എന്താണ് റെഡ്യൂസിംഗ് ഷുഗറാണ്. സൂക്രോസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഡൈസാക്രൈഡ്സും. പിന്നെ മാൽട്ടോസിന് എഴുതാം, ലാക്ടോസിന് എഴുതാം, പിന്നെ എക്സെട്രാ എഴുതാം മതി. ഓക്കെ, ഇതാണ് റെഡ്യൂസിംഗ് ഷുഗറിന്റെ എക്സാമ്പിളുകൾ. ഇനി നോൺ റെഡ്യൂസിംഗ് ഷുഗറിന്റെ എക്സാമ്പിൾ ആണ് സൂക്രോസ്, പിന്നെ ഇനി ഈ റെഡ്യൂസിംഗ് ഷുഗർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുക കാർബോഹൈഡ്രേറ്റ് ഉണ്ടല്ലോ, കാർബോഹൈഡ്രേറ്റിൽ ഫ്രീ ആയിട്ടുള്ള ആൽഡോസ് ഗ്രൂപ്പും കീറ്റോസ് ഗ്രൂപ്പും വേണം. ഫ്രീ ആയിട്ടുള്ള ആൽഡോസും കീറ്റോസും ഗ്രൂപ്പ് ഉള്ളതാണ് റെഡ്യൂസിംഗ് ഷുഗർ പറയാം. അപ്പോൾ നോൺ റെഡ്യൂസിംഗ് ഷുഗറിൽ എന്തില്ല, ആൽഡോസും കീറ്റോസും ഗ്രൂപ്പില്ല. ഈ CHOയും RCOR ഗ്രൂപ്പില്ല. അതാണ് ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം. മോണോസാക്രൈഡ്സിലും പിന്നെ ലാക്ടോസിലും മാൽട്ടോസിലും എന്തുണ്ട്, ഈ പറഞ്ഞ കീറ്റോസ് ഗ്രൂപ്പും ആൽഡോസ് ഗ്രൂപ്പും ഉണ്ട്. പക്ഷേ സൂക്രോസിൽ എന്തില്ല, ആൽഡോസ് ഗ്രൂപ്പും കീറ്റോസ് ഗ്രൂപ്പില്ല. പിന്നെ പോളിസാക്രൈഡ്സിലും അതെ, മോർ ദാൻ 10 ഒന്നിലും എന്തില്ല, ആൽഡോസും കീറ്റോസ് ഗ്രൂപ്പും ഇല്ല. ഇനി ഷുഗറും നോൺ ഷുഗറും, പഞ്ചസാര അല്ലാത്തതും. പഞ്ചസാരയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? CT ആണ്, പിന്നെ വാട്ടർ സോളിബിൾ ആണ്, പിന്നെ ക്രിസ്റ്റലൈൻ ആണ്. ഓക്കെ, ഇത്ര മതി. പിന്നെ നോൺ ഷുഗർ എന്താണ്, നോൺ CT ആയിരിക്കില്ല. അപ്പോൾ നോൺ CT എഴുതാം. പിന്നെ വാട്ടർ ഇൻസോളിബിൾ ആയിരിക്കും. പിന്നെ ഇത് നോൺ പെർഫെക്റ്റ് സോളിഡ്. ഇനി നമ്മൾ ഗ്ലൂക്കോസിനെ പറ്റി കൂടുതൽ പഠിക്കാൻ പോകാണ്. നമ്മൾ ഗ്ലൂക്കോസിനെ പറ്റി ആദ്യമേ പറഞ്ഞു. ഗ്ലൂക്കോസിൽ ആൽഡോസ് ആണുള്ളത്, ഗ്ലൂക്കോസിൽ 6 കാർബൺ ആണുള്ളത്. ഗ്ലൂക്കോസിനെ ആൽഡോ ഹെക്സോസ് എന്ന് വിളിക്കും. ഈ പേരിടാനുള്ള ചടങ്ങ് എപ്പോഴും അറിഞ്ഞിരിക്കണം, അത് എക്സാമിന് ചോദിക്കും. ഇനി ഗ്ലൂക്കോസിന്റെ പ്രിപ്പറേഷൻ പഠിക്കണം. ഗ്ലൂക്കോസിന്റെ പ്രിപ്പറേഷൻ വരുന്നത് മെയിൻലി സൂക്രോസിൻ ആണ്. നമുക്കറിയാം സൂക്രോസിന്റെ ഇക്വേഷൻ അറിയാം. അതിന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഗ്ലൂക്കോസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഗ്ലൂക്കോസിന്റെ ഫോർമുല അറിയാം, C6H12O6 ആണ്. ഇനി ഫ്രൂട്ട് ഗ്ലൂക്കോസ് മാത്രമല്ല, നമുക്ക് സൂക്രോസ് എന്ന് പറഞ്ഞാൽ കെയിൻ ഷുഗർ ആണ്. ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ ആണ് എന്ത് സൂക്രോസ് എന്ന് പറയുന്നത്. സൂക്രോസിൽ ഉണ്ടാക്കാൻ പറയുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് കിട്ടും, അതിനൊപ്പം ഫ്രക്ടോസ് കിട്ടും. C6H12O6 രണ്ടോട്ട് എഴുതിയാൽ മതി. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്. എന്തിൽ നിന്ന് കിട്ടുന്നുള്ളതിന് സൂക്രോസിന്റെ ഇത് വരയ്ക്കാൻ അറിയണം, ഫോർമുല എഴുതാൻ അറിയണം. സൂക്രോസിന്റെ ഫോർമുല പറഞ്ഞാൽ C6 ആണല്ലോ, അതിന്റെ ഇരട്ടി എടുക്കുക. അതായത് C12. ഈ H12 ഇരട്ടി എടുക്കുക, H22. ഇനി O6 ഇരട്ടി എടുക്കുക, O12. പക്ഷേ അതിൽ നിന്ന് ഒരെണ്ണം കുറയ്ക്കുക, O11 ആയിട്ട് വരാം, O11. ഓക്കെ, ഇനി ഇതിലോട്ട് പ്ലസ് ആണ് ആഡ് പിന്നെ അപ്പോൾ ഇത് കഴിഞ്ഞു. സൂക്രോസിന് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ വഴി നമുക്ക് എന്തുണ്ടാക്കാം, ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ടാക്കാം. ഇനി സ്റ്റാർച്ചിന് ഉണ്ടാക്കുന്നത് പഠിക്കണം. കാരണം സ്റ്റാർച്ചിന് ഉണ്ടാക്കാൻ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ പറയാം. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ. ഇനി സ്റ്റാർച്ചിന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ സ്റ്റാർച്ചിന്റെ ഫോർമുല അറിയാം. സ്റ്റാർച്ചിന്റെ ഫോർമുല നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഗ്ലൂക്കോസിന്റെ ഫോർമുല എഴുതിക്കാം. കാരണം ഗ്ലൂക്കോസ് ആണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുക. C6H12O6. ഇതിൽ ഗ്ലൂക്കോസ് മാത്രമാണ് സ്റ്റാർച്ചിന് ഉണ്ടാക്കുന്നത്. N ഗ്ലൂക്കോസ് കിട്ടും. ഓക്കെ, എത്ര എണ്ണാണ് പറയുന്നത് പ്രത്യേകം. പിന്നെ എക്സ്പ്രസ് ഞാൻ ആഡ് ചെയ്യണം. അവിടെ ടെമ്പറേച്ചർ ഓർത്ത് വെക്കണം, 393 കെൽവിനാണ്. അതും 2 to 3 atm പ്രഷറിൽ ആഡ് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ എന്ത് സ്റ്റാർച്ചിന്റെ അല്ലെങ്കിൽ സെല്ലുലോസ് അല്ലെങ്കിൽ അതിന്റെ രണ്ടിനും ഫോർമുല അറിയിക്കണം. ഫോർമുല എന്ന് പറയുന്നത് C6 ഒരു വാട്ടർ മോളിക്യൂൾ പറയണം. അതായത് H2O എന്നാണ് നമ്മുടെ വാട്ടർ മോളിക്യൂളിന്റെ ഫോർമുല വരുന്നത്, H2O. അപ്പോൾ ഇതിൽ നിന്ന് H2O കഴിഞ്ഞാൽ ഈ CH12 നിന്ന് 2O പറയണം, -H2O എന്ന് പറയുമ്പോൾ 2 പറയണം. അപ്പോൾ H10 ആവും, O എന്ന് പറയണം, അപ്പോൾ O5 ആവും. C6H10O5 ആണ് ഇത് സ്റ്റാർച്ചിന്റെ ഫോർമുല. അതിലേക്ക് നമ്മൾ NH2O കൂടെ ആഡ് ചെയ്യണം. NH2O ഇവിടെ ഓക്കെ, NH2O ആഡ് ചെയ്യണം.
ഓക്കെ, ഇതാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. ഇനി ജനറൽ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ്, ജനറൽ ഫോർമുല നമുക്കറിയാം C6H12 C6H12O6 ആണ്. ഇനി ഗ്ലൂക്കോസിന്റെ ഓപ്പൺ സ്ട്രക്ചർ വരയ്ക്കാൻ അറിയണം. ഗ്ലൂക്കോസിന്റെ ഓപ്പൺ സ്ട്രക്ചർ വരയ്ക്കാൻ എളുപ്പമാണ്. C6H12O6 ആണല്ലോ. അപ്പോൾ ഇതിലെന്തൊക്കെ CHO ഉണ്ട്, അതിൽ 3 വട്ടം എഴുതാം. CHO. ഇനി ബോണ്ട് ചെയ്യാം. ഇനി ഇവിടെ ബ്രാക്കറ്റ് ഇവിടെ വെച്ചിടാം, ഇവിടെ വെച്ചിടാം. ഓക്കെ, ഇനി ഈ ബ്രാക്കറ്റ് ഇവിടെ 4 ഇടാം, ഇവിടെ 2 ഇടാം. ഇതാണ് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇനി ഇത് എക്സ്പാൻഡ് വരയ്ക്കണമെങ്കിൽ തന്നെ ഇവിടെ CH എഴുതാം, താഴെ CH2OH എഴുതാം. ഓക്കെ, ഇനി ഇടയിൽ നമുക്ക് 6 കാർബൺ ആണല്ലോ ഗ്ലൂക്കോസിനുള്ളത്. അപ്പോൾ 6 കാർബൺ വരണം. 1 2 ഇനി 3 4 5 6 ഇത്ര കാർബൺ വരച്ചു. ഇനി ഇതിന്റെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ OH ചേർക്കാം. OH ഇവിടെ മാത്രം H ചേർക്കണം, കാരണം ഇവിടെ ഈ OH ചേർക്കാം. നേരെ ഓപ്പോസിറ്റ്. ഇനി ഈ ഭാഗത്ത് മുഴുവൻ H ചേർക്കാം. H. മൂന്നാമത്തെ കാർബണിൽ മാത്രം ഒരു വ്യത്യാസമുണ്ട്, ബാക്കിയെല്ലാം സെയിം ആണ്. മൂന്നാമത്തെ കാർബൺ വെച്ച് ബാക്കിയെല്ലാം സെയിം ആണ്. ഇതാണ് ഈ ഓപ്പൺ സ്ട്രക്ചർ വരുന്നത്. റൈറ്റ് സൈഡിൽ OH അറിയാം, ലെഫ്റ്റ് സൈഡിൽ മൊത്തം H അറിയാം. ഇനി ഗ്ലൂക്കോസ് വെച്ചിട്ട് വരുന്ന റിയാക്ഷൻസ് ആണ്. ഗ്ലൂക്കോസിലേക്ക് HI ചേർത്തിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് NXA കിട്ടും. ഇങ്ങനെ വെച്ചാൽ ഇപ്പോൾ റിയാക്ഷൻ ആയിട്ട് ഗ്ലൂക്കോസിന്റെ ഈ ചെറിയ ഫോർമുല എഴുതാം. എന്നിട്ട് അതിലേക്ക് HI പ്ലസ് ഡെൽറ്റ അറിയാം, അത് NXA കിട്ടും. ഇനി HCN ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സയനൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, C എന്ന് പറഞ്ഞാൽ സയനൈഡ് അറിയാലോ. അപ്പോൾ ഹൈഡ്രജൻ സയനൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സയാനോ ഹൈഡ്രജൻ കിട്ടും. സയാനോ ഹൈഡ്രജൻ. ഇനി ഗ്ലൂക്കോസിലോട്ട് ബ്രോമിൻ വാട്ടറും H2O ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ബ്രോമിനും H2O, അതായത് ബ്രോമിൻ വാട്ടർ ആഡ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്ലൂക്കോണിക് ആസിഡ് കിട്ടും. ഗ്ലൂക്കോണിക് ആസിഡിന്റെ ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ CHO4 പിന്നെ CH2OH ഉണ്ടല്ലോ, സെയിം സാധനം തന്നെ. പക്ഷേ അതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CHO എന്ന ഭാഗത്ത് പൂച്ച് വരും, COOH വരും. COOH CHOH4 പിന്നെ CH2OH, ഇതാണ് ഫോർമുല. ഇവിടെ മാത്രം പൂച്ച് വരും. ഇനി ഇതിലോട്ട് കോൺസെൻട്രേറ്റഡ് HNO3 ആഡ് കഴിഞ്ഞാൽ, ഗ്ലൂക്കോസിലോട്ട് കോൺസെൻട്രേറ്റഡ് HNO3 ആഡ് കഴിഞ്ഞാൽ നമുക്ക് ഈ പൂച്ച് ഇവിടെ കിട്ടുന്നല്ലോ, ഈ ഭാഗത്തും പൂച്ചാവും. അപ്പോൾ നമുക്ക് എല്ലാം COOH CHOH4 പിന്നെ COOH പൂച്ചാവും. ഇത് ഹാംവർത്ത് സ്ട്രക്ചർ ആണ്. ഹാംവർത്ത് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ബെൻസീൻ റിംഗ് പോലെ വരയ്ക്കാം. ഇങ്ങനെ സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ നമ്പർ ഇടണം, ഇവിടെ പൂജ്യം നടുക്ക്. ഓക്കെ, പിന്നെ 1 2 3 4 5. ഓക്കെ, ഇനി എല്ലാവരും ഒരു കുഞ്ഞു പോലെ വരച്ചു. ഇങ്ങനെ 1 2 3 4 5. ഓക്കെ, ഇനി ഈ 5 എന്ന് പറഞ്ഞാൽ ആറാമത്തെ വേണമല്ലോ, ആറാമത്തെ തുമ്പത്ത് മാറ്റിയാൽ ഈ വടിയുടെ തുമ്പ് ഭാഗമാണ് 6, ഈ വടി എന്ന് പറയുന്നത് 5. ഓക്കെ, ഇനി 2 3 4 5 6. ഓക്കെ, ഇതിൽ 1 എന്ന് പറയുന്നത് നമുക്ക് വിട്ടാം, പിന്നെ 5 എന്ന് പറയുന്നത് വട്ടിട്ട് വയ്ക്കാം. ഇത് കാര്യം മെയിനായിട്ട് ചെയ്യാം. ഇനി ഇവിടെ 0 എഴുതി, ഇനി 1 എന്ന് പറയുന്നത് നമ്മൾ വിട്ടില്ലോ, പിന്നെ ഇവിടെ 5 വട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 1 കാണുന്ന പോയിന്റിൽ 5ാമത്തെ വേണം എഴുതാൻ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ ഈ വടിയുടെ താഴെ ഭാഗത്ത് വേണം എഴുതാൻ. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മൊത്തം ഈ വടിയുടെ മുകൾ ഭാഗത്ത് വേണം എഴുതാൻ. അപ്പോൾ ഇതിൽ 1ാമത്തെ വിട്ടി, അതിന് 5ാമത്തെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ OH ഇവിടെ H, അപ്പോൾ താഴെ OH മുകളിൽ H, OH H. പിന്നെ പിന്നെ ബാക്കി ചെയ്യുന്നത് രണ്ടാമത്തെ പറഞ്ഞാൽ OH, അതായത് താഴെ വെച്ച് മുകളിൽ വെച്ചും OH H. മൂന്നാമത്തെ പറയുമ്പോൾ H താഴെയും OH മുകളിലും. മൂന്നാമത്തെ പറയുമ്പോൾ H താഴെയും OH മുകളിലും. നാലാമത്തെ പറയുമ്പോൾ OH താഴെയും H മുകളിലും. OH താഴെയും H മുകളിലും. അഞ്ചാമത്തെ നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ എഴുതിയോ. അപ്പോൾ ഇനി അഞ്ചാമത്തെ എഴുതാൻ മാത്രം ഇല്ല, വെറുതെ H വെച്ചാൽ മതി. പിന്നെ ആറാമത്തെ പറഞ്ഞാൽ CH2OH. ആറാമത്തെ പറഞ്ഞാൽ നമ്മൾ മുകളിലത്തെ ഭാഗമാണ് ആറാമത്തെ, അപ്പോൾ CH2OH മുകളിൽ ഇടാം. ഈ ആറാമത്തെ പടിയ മുകളിലാണ് എഴുതാം. ഓക്കെ, ഇതിനാണ് എന്താ പറയുക? ഹാംവർത്ത് സ്ട്രക്ചർ പറയാം. ഇത് ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോ പൈറാനോസ് ആണ്. പൈറാനോസ് ഈ സ്ട്രക്ചർ പറയാം. ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോ പൈറാനോസ് ഈ സ്ട്രക്ചർ. ഇനി ബീറ്റ ഡി പ്ലസ് ഗ്ലൂക്കോ പൈറാനോസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ കൂടി ഉണ്ട്. ബീറ്റ ഡി പ്ലസ് ഗ്ലൂക്കോ പൈറാനോസ് ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ സംഭവം തന്നെ. ഇതിൽ ആകെ കൂടെ വ്യത്യാസം ഈ സാധനമല്ലോ, ഇത് നേരെ റിവേഴ്സ് ചെയ്താൽ ഇവിടെ വെച്ചും ഇവിടെ വെച്ചാൽ അപ്പോൾ എന്തായി? ബീറ്റ ഡി ഗ്ലൂക്കോ പൈറാനോസ്. ഇത് ബീറ്റ ഡി ഗ്ലൂക്കോ പൈറാനോസ് ആണ്. ഇവിടെ വെച്ചും ഇവിടെ H വന്നു കഴിഞ്ഞാൽ ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രക്ചർ വരുന്നത്. ഇനി എന്തുകൊണ്ട് പൈറാനോസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ പൈറാനോസിന്റെ സ്ട്രക്ചർ ഏകദേശം ഇങ്ങനെയാണ്. ഇങ്ങനെ ഇതുമായിട്ട് ഇതിന് സിമിലാരിറ്റി തോന്നുന്നതാണ് ഇതിനെ ഗ്ലൂക്കോ പൈറാനോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ഫ്രൂട്ടോസിന്റെ സ്ട്രക്ചറാണ്. ഫ്രൂട്ടോസിന്റെ സ്ട്രക്ചറിൽ നമുക്കറിയാം ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചറിനോട് സിമിലർ ആണ് ഫ്രൂട്ടോസിന്റെ സ്ട്രക്ചർ. അപ്പോൾ ഗ്ലൂക്കോസിൽ ഞാൻ പറഞ്ഞു CHO 3 വട്ടം എഴുതാം, അതുപോലെ ഞാൻ ഇതിലും പക്ഷേ CHO 2 വട്ടം എഴുതാം. CHO താഴെ എഴുതാം, ഇവിടെ വെച്ചിടാം, ഇവിടെ വെച്ചാൽ ഗ്ലൂക്കോസിന്റെ പകുതി സ്ട്രക്ചർ താഴെ നിന്ന് പച്ചോളം കേട്ടോ. അപ്പോഴാണ് ശരിയാവും. CH2 ഇടാം, ഇവിടെ CH2 ഞാൻ വരാം. ഇനി 6 കാർബൺ വയ്ക്കാം, C. ഓക്കെ, ഇനി എല്ലാത്തേക്കും താഴെ നിന്ന് സ്ട്രക്ചർ വെച്ചോളാണ്. ഇവിടെ ഈ സൈഡിൽ OH ആണോ, അപ്പോൾ ഇവിടെ OH, ഇവിടെ H, ഇവിടെ H. ഇത് മൂന്നാമത്തെ കാർബൺ ആയതുകൊണ്ട് ഇവിടെ H, ഇവിടെ OH. ഇനി രണ്ടാമത്തെ കാർബൺ പ്രത്യേകത അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡബിൾ ബോണ്ട് വരാം. ഇതാണ് ഫ്രൂട്ടോസിന്റെ സ്ട്രക്ചർ. ഇവിടെ വരെയുള്ളതൊക്കെ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചറാണ്. ഗ്ലൂക്കോസിന്റെ താഴെ എഴുതി തന്നെയാണ് ഫ്രക്ടോസിൽ മുകളിൽ എഴുതുന്നത്. രണ്ടാമത്തേൽ ഡബിൾ ബോണ്ടാണ്. ഓക്കെ, ഇനി എന്താണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്? നമ്മൾ പഠിച്ചു മോണോസാക്കറൈഡ്സ് ഉണ്ടല്ലോ, മോണോസാക്കറൈഡ്സിനെ ഒന്നിപ്പിക്കുന്ന സംഭവമാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഇപ്പോൾ ഈ സ്ട്രക്ചറിനെ ഡൈസാക്കറൈഡ്സ് എന്ന് പറയാം, ഡൈസാക്കറൈഡ്സ്. ഓക്കെ, ഇതിന്റെ ഇടയിൽ കാണാൻ ഈ ലിങ്കേജ് ആണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ ആയിട്ട് എഴുതാം. ഇറ്റ് ഈസ് ദ ഇന്റർമോളിക്കുലർ ലിങ്കേജ് ബിറ്റ്വീൻ ടു മോണോസാക്കറൈഡ്സ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഡൈസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ 2 മോണോസാക്കറൈഡ്സ് കൂടി ചേർന്നതാണ്. അതിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ലിങ്കേജിനാണ് എന്ന് പറയാം ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഇനി ഡൈസാക്കറൈഡ്സ് നമ്മൾ പഠിച്ച കോഡാണ് സ്മോൾ SMALL. ഇതിൽ S എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൂക്രോസ്, M മാൽട്ടോസ്, L എന്ന് പറഞ്ഞാൽ മാൽട്ടോസ്, ലാക്ടോസ്, A ഇല്ല ബാക്കിയുള്ള രീതി. ഇനി സൂക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഇതിനൊരു ഫോർമുല പഠിക്കാം. സൂക്രോസ് നമ്മൾ പറഞ്ഞല്ലോ 2 മോണോസാക്കറൈഡ്സ് കൂടി ചേർന്നതാണ് എന്ത്? ഒരു ഡൈസാക്കറൈഡ് അല്ലെങ്കിൽ ഒലിഗോസാക്കറൈഡ്. ഈ സൂക്രോസ് എന്ന് പറഞ്ഞാൽ ഈ മോണോസാക്കറൈഡിന്റെ എക്സാമ്പിളുകൾ എന്തൊക്കെയാണ്? അതിനെ അവിടെ സെപ്പറേറ്റ് എഴുതാം. മോണോസാക്കറൈഡുകളുടെ എക്സാമ്പിളുകളാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ്. മറ്റേ അമിലോസ് കൂടെ ഉപയോഗിക്കില്ല, അതുകൊണ്ട് ഇവിടെ ഗലക്ടോസ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി ഇവിടെ സൂക്രോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസും
ഫ്രക്ടോസും കൂടി ചേർന്നതാണ്. ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടി ചേർന്നാൽ സൂക്രോസ് ആവും. മെലക്ടോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസും കൂടി ചേർന്നതാണ്. ഇനി ലാക്ടോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസും ഗലക്ടോസും കൂടി ചേർന്നതാണ്. ഈ ലാക്ടോസ് എന്ന് പറഞ്ഞാൽ പാലാണ്, പശുവിന്റെ പാല്. അപ്പോൾ ഈ പാലിൽ ഗ്ലൂക്കോസും ഗലക്ടോസും, പാലിലുള്ള മോണോസാക്കറൈഡുകളൊക്കെയാണ് രണ്ടെണ്ണമാണ് ഗ്ലൂക്കോസും ഗലക്ടോസും. ഇനി ഞാൻ പറഞ്ഞല്ലോ 2 മോണോസാക്കറൈഡ്സ് കൂടി ചേരും, അതാണ് ഈ ഡൈസാക്കറൈഡ് എന്ന് പറയുന്നത്. ഈ മോണോസാക്കറൈഡിന്റെ ഇടയിൽ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉണ്ട്. അപ്പോൾ ഈ ഗ്ലൂക്കോസിന്റെ ഫ്രക്ടോസിന്റെ ഏത് ഭാഗത്താണ് ഈ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പഠിക്കണം. അതെന്ന് പറഞ്ഞാൽ ഇതിലെല്ലാത്തിലും C1 കാർബണിലും ഈ ഫ്രക്ടോസിന്റെ ഭാഗത്ത് അല്ല, ഈ ഗ്ലൂക്കോസ് അല്ല, ഈ ഭാഗത്ത് ഗലക്ടോസ് എഴുതാം. ഇവിടെ ഗലക്ടോസ് ഇവിടെ ഗ്ലൂക്കോസ് എഴുതാം, GLUC. ഓക്കെ, ഇതിന്റെ എല്ലാം C1 ഭാഗത്തും പിന്നെ ഇവിടെ C1, ഇവിടെ C2 എഴുതാം, ഇവിടെ C4 എഴുതാം. ഓക്കെ, ഇത് ഇങ്ങനെ ഓർഡർ പോലെ പഠിച്ചു വെക്കാം. ഇനി ഇതിന്റെ ഏത് കാർബൺ കിട്ടി, ഇനി ഏത് ഭാഗത്താണ് കൊടുക്കണം? ഇതിന്റെ ആൽഫ ഭാഗത്താണ്. ആൽഫ ഇവിടെ ബീറ്റ, ഇവിടെ രണ്ടും ആൽഫയാണ്, ഇവിടെ ഒരു ആൽഫയും ഇവിടെ ബീറ്റയും ഇവിടെ ആൽഫയും. ഓക്കെ, ഈ ഗ്ലൂക്കോസിന്റെ C1 ആൽഫയിലും ഫ്രക്ടോസിന്റെ C2 ബീറ്റയിലും എന്ത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉള്ളത്. മാൽട്ടോസിൽ വരുമ്പോൾ ഗ്ലൂക്കോസിന്റെ C1 ആൽഫയിലും ഗ്ലൂക്കോസിന്റെ C4 ആൽഫയിലുമാണ് എന്തുള്ളത്? മാൽട്ടോസിന്റെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വരുന്നത്. ഗാലക്ടോസിന്റെ C1 ബീറ്റയിലും ഗ്ലൂക്കോസിന്റെ C4 ആൽഫയിലുമാണ് വരുന്നത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വരുന്നത്. ഇനി പോളിസാക്കറൈഡ്സിന്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ച കേജ് ആണ് പഠിച്ചത്, CAGE. ഇതിൽ C എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലുലോസ് ആണ്, സെല്ലുലോസ്. A എന്ന് പറഞ്ഞാൽ പഠിക്കാൻ, G എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജൻ ആണ്, ഗ്ലൈക്കോജൻ. ഓക്കെ, ഇനി സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോളിമർ ഓഫ് ബീറ്റാ ഡി ഗ്ലൂക്കോസ്. സെല്ലുലോസ് ഈസ് എ പോളിമർ ഓഫ് ബീറ്റാ ഡി ഗ്ലൂക്കോസ്. ഗ്ലൈക്കോജനിൽ വരുന്ന ചോദ്യമാണ്, വൈ ഗ്ലൈക്കോജൻ ഈസ് നോൺ ആസ് ആനിമൽ സ്റ്റാർച്ച്. എന്തുകൊണ്ടാണ് ഗ്ലൈക്കോജൻ ആനിമൽ സ്റ്റാർച്ച് അറിയപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയാണ്, കാർബോഹൈഡ്രേറ്റ്സിനെ പറ്റിയാണ്. ഈ കാർബോഹൈഡ്രേറ്റ്സ് ആനിമൽസിൽ ഗ്ലൈക്കജന്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് ആനിമൽസിൽ ഗ്ലൈക്കജന്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ആനിമൽ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള S എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് ആണ്, STARCH. ഇനി സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോളിമർ ഓഫ് ഇവിടെ ബീറ്റ ആണെങ്കിൽ ഇവിടെ ആൽഫ ഡി ഗ്ലൂക്കോസ്. 20% ഓഫ് സ്റ്റാർച്ച് ഈസ് വാട്ടർ സോളിബിൾ കമ്പോണന്റ്. ഈ 20% ഓഫ് വാട്ടർ സോളിബിൾ കമ്പോണന്റിനെ സ്റ്റാർച്ചുകൾ എന്താണ് പറയുക? അമൈലോസ്. പിന്നെ 80% സ്റ്റാർച്ച് വാട്ടർ ഇൻസോളിബിൾ ആണ്, അതിനെ അമൈലോപെക്റ്റിൻ. ഇനി ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. അമൈലോപെക്റ്റിൻ ഇത് 20%, ഇത് 80%. ഇത് ലീനിയർ പോളിമർ ഓഫ് ആൽഫ ഗ്ലൂക്കോസ്. ഇത് ബ്രാഞ്ച് പോളിമർ ഓഫ് ആൽഫ ഗ്ലൂക്കോസ്. ഇത് സോളിബിൾ ആണ്, ഇത് ഇൻസോളിബിൾ ആണ്. ഇത് രണ്ടിലും കോമൺ ആയി വരുന്നപ്പോൾ നമുക്ക് ഉണ്ടാകാം, ഇത് രണ്ടും എന്താണ്? പോളിമർ ഓഫ് ആൽഫ ഗ്ലൂക്കോസ് ആണ്. പക്ഷേ ഇത് ലീനിയർ പോളിമർ ആണ്, ഇത് ബ്രാഞ്ച് പോളിമർ ആണ്. ഇത് സോളിബിൾ ആണ്, ഇത് ഇൻസോളിബിൾ ആണ്. ഓക്കെ, സ്റ്റാർച്ചിന്റെ കമ്പോണൻസ് ആണ് അമൈലോസും അമിലോപെക്റ്റിനും. ഇനി എന്താണ് കാർബോഹൈഡ്രേറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് പഠിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഫ്യൂവൽ ടു പ്രൊഡ്യൂസ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫ്യൂവൽ ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് സെൽ മെംബ്രെയിൻ്റെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ച് ഒക്കെ സെൽ മെംബ്രെയിൽ വിടും. ഇത് ഒരു ഫ്യൂവൽ ആണ്, ഇതിനുള്ളത് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. അടുത്തത് പ്രോട്ടീൻ. ദേ ആർ പോളിമേഴ്സ് ഓഫ് അമിനോ ആസിഡ്. ആൽഫ അമിനോ ആസിഡിന്റെ പോളിമർ ആണ് പ്രോട്ടീൻ. അപ്പോൾ എന്താണ് പ്രോട്ടീന്റെ ബിൽഡിംഗ് ബ്ലോക്ക്? ആൽഫ അമിനോ ആസിഡ്. ഇത് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ ഈസ് ആൽഫ അമിനോ ആസിഡ്. ഇനി അമിനോ ആസിഡിനെ പറ്റി കൂടുതൽ പഠിക്കാം. അമിനോ ആസിഡ് 3 തരത്തിലുണ്ട്. അതൊക്കെയാണ് ന്യൂട്രൽ അമിനോ ആസിഡ്, ബേസിക് അമിനോ ആസിഡ്, അസിഡിക് അമിനോ ആസിഡ്. ന്യൂട്രൽ അമിനോ ആസിഡ്, ബേസിക് അമിനോ ആസിഡ്, അസിഡിക് അമിനോ ആസിഡ്. ഇനി ഇതിന്റെ എല്ലാത്തിന്റെയും എക്സാമ്പിളുകൾ പഠിക്കണം. അതിനൊരു കോഡ് ഉണ്ട്. ഓക്കെ, ആ കോഡ് പറയാം. വാലന്റൈൻസ് ഡേക്ക് അലൻ ആർഗനയ്ക്ക് എന്ത് മേടിച്ചു കൊടുത്തു? ഒരു ലേസിന്റെ പാക്കറ്റ് മേടിച്ചു കൊടുത്തു. പക്ഷേ ഈ ആർഗന ഉണ്ടല്ലോ, ഈ അലൻ എന്ത് മേടിച്ചു കൊടുത്തത്? അപ്സറയുടെ പെൻസിലും ഗ്ലൂ ആണ് മേടിച്ചു കൊടുത്തത്. ഗ്ലൂ എന്താ ഒരു ബന്ധമില്ലാത്ത സാധനമാണ്. ഈ അലൻ മേടിച്ചു കൊടുത്തത്. ആർഗനയ്ക്ക് മേടിച്ചു കൊടുത്തു, ലേസ് മേടിച്ചു കൊടുത്തു. ഇനി ഇതിനൊക്കെ കോഡ് ഉണ്ട്. ഇതിന്റെ കൂടെ ഒരു INE ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഉത്തരങ്ങളായി വാലൈൻ, അലനൈൻ, ആർഗനൈൻ. പിന്നെ ലേസ് എന്ന് പറയുമ്പോൾ ലൈസൈൻ. അപ്സറ എന്ന് പറയുമ്പോൾ ഇവിടെ ആസിഡാണ്, അപ്പോൾ ആസ്പാർട്ടിക് ആസിഡ്. ഗ്ലൂ എന്ന് പറയുമ്പോൾ ഗ്ലൂട്ടാമിക് ആസിഡ്. ഈ വാലൈനും ആർഗനൈനും എന്താണ്? ന്യൂട്രൽ. ആർഗനൈനും ലൈസിനും എന്താണ്? ബേസിക്. ഈ ആസ്പാർട്ടിക് ആസിഡും ഗ്ലൂട്ടാമിക് ആസിഡും അസിഡിക്. ഓക്കെ, ഇനി അമിനോ ആസിഡ് സിന്തസിസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്ന ഉത്ഭവിക്കുന്ന അമിനോ ആസിഡുകൾ നമുക്ക് ബോഡിയിൽ തന്നെ ഉണ്ടാവില്ലോ. പിന്നെ അത് നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ളതല്ല. അപ്പോൾ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കാത്ത അമിനോ ആസിഡുകളുണ്ട്. അമിനോ ആസിഡ് ഡു നോട്ട് സിന്തസൈസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡി ഇല്ല, പക്ഷേ നമ്മൾ ഭക്ഷണത്തിലൂടെയും ബോഡിയിലേക്ക് ഇൻടേക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള അമിനോ ആസിഡുകളാണ് പറയാം എസെൻഷ്യൽ അമിനോ ആസിഡ്. ബോഡി പറയും നീ തന്നെ പോയി കണ്ടുപിടിക്കും അമിനോ ആസിഡുകളെ. ആ അമിനോ ആസിഡുകളാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്. ഓക്കെ, പിന്നെ ഈ അമിനോ ആസിഡ്സിൽ 2 സംഭവങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ NH2 ഗ്രൂപ്പും അമിനോ ഗ്രൂപ്പും COOH കാർബോക്സിലിക് ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, ഈ ന്യൂട്രൽ അമിനോ ആസിഡിൽ ഈ NH2 ഗ്രൂപ്പും COH ഗ്രൂപ്പും അമിനോ ആസിഡ് ഗ്രൂപ്പും കാർബോക്സിലിക് ഗ്രൂപ്പും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ബേസിക് അമിനോ ആസിഡ്സിൽ അമിനോ ഗ്രൂപ്പ് കൂടുതലായിരിക്കും. അസിഡിക് അമിനോ ആസിഡ്സിൽ കാർബോക്സിലിക് ഗ്രൂപ്പ് കൂടുതലായിരിക്കും. പിന്നെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഡയറ്റിലൂടെ സിന്തസൈസ് ചെയ്യണം. പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 2 അമിനോ ആസിഡുകളെ ഒന്നിപ്പിക്കുന്ന ബോണ്ടാണ് ഇത് പെപ്റ്റൈഡ് ബോണ്ട്. ബോണ്ട് ബിറ്റ്വീൻ 2 അമിനോ ആസിഡ്സ്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആണ്. പ്രോട്ടീന് 4 സ്ട്രക്ചർ ഉണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി ആൻഡ് ക്വാട്ടർണറി. ഓക്കെ, പ്രൈമറി എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും അറിയിക്കുക. ഇങ്ങനെ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതായത് ജസ്റ്റ് സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്. സെക്കൻഡറി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കുറച്ചും കൂടി ഫോൾഡിങ്സ് വന്നു കഴിഞ്ഞാൽ ഫോൾഡിങ്സ് ഓഫ് പ്രൈമറി സ്ട്രക്ചർ. കുറച്ചുകൂടി ഫോൾഡിംഗ് വന്നു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ കിട്ടും, ഹെലിക്കൽ ഷേപ്പിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫോൾഡിംഗ് ആവാം. ഓക്കെ, ഇത് ഹെലിക്സ് ആണ്. ഇത് പ്ലീറ്റഡ് ഷീറ്റാണ്.
ഇതൊന്നും ചോദിക്കില്ല. ഇവിടെ H2 ബോണ്ടിങ് കാണിക്കുക. H2 ബോണ്ടിങ്. ഇനി മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെർഷ്യറി സ്ട്രക്ചർ. ടെർഷ്യറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫർദർ ഫോൾഡിംഗ്സ് ഓഫ് സെക്കൻഡറി സ്ട്രക്ചർ. ഓരോന്നും അടുത്തുള്ള ബന്ധപ്പെട്ടാണ്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ പ്രൈമറിയുടെ കുറച്ചുകൂടി ഫോൾഡിംഗ്സ് ഉള്ളത്. ടെർഷ്യറി എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയുടെ കുറച്ചധികം ഫോൾഡിംഗ്സ് ഉള്ളത്. അപ്പോൾ ടെർഷ്യറി എന്ന് പറയുമ്പോൾ എന്താണ് ഇങ്ങനെ വട്ടത്തിൽ കുറേ കാര്യങ്ങൾ. ഓക്കെ, ഇതുപോലെ ഇതിന്റെ രണ്ട് തരത്തിലുണ്ട്. ഇത് ഫർദർ ഫോൾഡിംഗ് ഓഫ് സെക്കൻഡറി സ്ട്രക്ചർ. ഇത് രണ്ട് തരത്തിലുണ്ട്. എന്തൊക്കെ? ഗ്ലോബുലാറും ഫൈബ്രസും. ഗ്ലോബുലാർ ഫൈബ്രസ്. ഗ്ലോബുലാർ എന്ന് പറഞ്ഞാൽ സ്പിരിക്കൽ ഷേപ്പ് ആയിരിക്കും. ഈ ഗ്ലോബിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്പിരിക്കൽ ഷേപ്പ് ആയിരിക്കും. സ്പിരിക്കൽ ഷേപ്പ്. ഇത് സോളിബിൾ ആണ്. സോളിബിൾ. പിന്നെ ബയോളജിക്കലി ആക്റ്റീവ് ആണ്. ഫൈബ്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി ഉണ്ടല്ലോ, മുടിയിലുള്ളതാണ് ഈ ക്രിയാറ്റിൻ. അപ്പോൾ മുടി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പിരിക്കൽ അല്ല, എന്താണ്? ഫൈബർ സ്ട്രക്ചർ ആണ്. ഫൈബർ സ്ട്രക്ചർ. ഈ കോട്ടൺ മൂളൊക്കെ ഉണ്ട്, അതുപോലെ ഫൈബർ സ്ട്രക്ചർ ആണ്. അത് സോളിബിൾ അല്ല, മുടി സോളിബിൾ അല്ലോ, ഇൻസോളിബിൾ ആണ്. പിന്നെ ബയോളജിക്കലി ഇനാക്റ്റീവ് ആണ്. മുടി മുറിച്ചാൽ നമ്മൾ അറിയില്ല, അതുകൊണ്ട് ബയോളജിക്കലി ഇൻആക്റ്റീവ്. ഇനി ഇതിന്റെ എക്സാമ്പിൾ കെരാറ്റിൻ ആണ്. കെരാറ്റിൻ പിന്നെ മയോസിൻ ഉണ്ട്. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആൽബുമിൻ, ഇൻസുലിൻ, അങ്ങനത്തെ സാധനങ്ങൾ. ആൽബുമിൻ, ഇൻസുലിൻ ഒക്കെ ഗ്ലോബുലാർ പ്രോട്ടീൻ എക്സാമ്പിൾ ആണ്. ഇനി കോർഡിനറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതിന് പോളിപെപ്റ്റൈഡ് ചെയിൻ എന്ന് പറയാം. പോളിപെപ്റ്റൈഡ് ചെയിൻ. മോർ ദാൻ വൺ പോളിപെപ്റ്റൈഡ് ചെയിൻ വന്നു കഴിഞ്ഞാൽ പോളിപെപ്റ്റൈഡ് ചെയിൻ വന്നു കഴിഞ്ഞാൽ എന്താണ്? കോർഡിനറി സ്ട്രക്ചർ ആവും. അപ്പോൾ ഇങ്ങനെ 1 2 3 4 അങ്ങനെ ഇഷ്ടംപോലെ കുറേ എണ്ണം വയ്ക്കാം. ഇതിനാണ് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്. ഇനി കംപ്ലീറ്റ് 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഈസ് കോൾഡ് ആസ് ടെർഷ്യറി സ്ട്രക്ചർ. അത് പഠിച്ചോട്ടാ. ഇനി ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ബയോളജിക്കലി ആക്റ്റീവ് ആണ്. ഈ ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീനെ ഇനാക്റ്റീവ് ആക്കണേയാണ് എന്ന് പറയാം. ബയോളജിക്കലി ഇനാക്റ്റീവ് ആക്കണേയാണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വെൻ പ്രോട്ടീൻ ഈസ് സബ്ജക്റ്റഡ് ടു ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടെമ്പറേച്ചർ കൂട്ടേ കുറയ്ക്കുക അങ്ങനെ ചെയ്യുന്നതിനോ ഓർ കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ pH ഒക്കെ pH വാല്യൂ കൂട്ടണതിന് കുറയ്ക്കാനൊക്കെയാണ്. വെൻ പ്രോട്ടീൻ ഈസ് സബ്ജക്റ്റഡ് ടു ഫിസിക്കൽ ഓർ കെമിക്കൽ ചേഞ്ചസ് it loses the biological activities. This process is called as denaturation of protein activities. ഇനി അടുത്ത what are biological catalysts? Enzymes are known as biological catalysts. ഇനി എന്താണ് വിറ്റമിൻസ്? വൈറ്റമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട് required for growth and biological functions. ഇനി രണ്ട് ടൈപ്പ് പ്രോട്ടീൻസ് ഉണ്ട്. ഫാറ്റ് സോൾബിൾ പ്രോട്ടീൻ, വാട്ടർ സോൾബിൾ പ്രോട്ടീൻ. ഫാറ്റ് സോൾബിൾ പ്രോട്ടീൻ എക്സാമ്പിൾ ആണ് വൈറ്റമിൻ സി ബിഫോർ ക്രൈസ്റ്റ് എന്നൊക്കെ പറയില്ലേ, ACBC. അതുപോലെ വൈറ്റമിൻ സി. ഫാറ്റ് സോൾബിൾ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള വൈറ്റമിൻസ് അതൊക്കെ ഏതാ? വൈറ്റമിൻ എ, പിന്നെ വൈറ്റമിൻ ബി എഴുതി, വൈറ്റമിൻ സി എഴുതി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, പിന്നെ എഫ് ജി ഒന്നുമില്ല, പിന്നെ വരുന്നത് വൈറ്റമിൻ കെ ആണ്. അത്രയാണ് ഫാറ്റ് സോൾബിൾ ആയിട്ടുള്ളത്. ഈ വൈറ്റമിൻസും അതിന്റെ സോഴ്സസും പിന്നെ ഡിസീസസും ഇത് അത്ര ഇമ്പോർട്ടന്റ് അറിയില്ല, എന്നാലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സോഴ്സ് വരുന്നത് മിൽക്കും ബട്ടറാണ്. ഇത് വൈറ്റമിനെ കണ്ണിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. വൈറ്റമിനെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് കൂട്ടാനാണ് കൂടുതൽ ഉപകാരം. അതുകൊണ്ട് വൈറ്റമിൻ കുറവ് കാരണം ഉണ്ടാവുന്നതാണ് സെറോതാൽമിയ. ഇത് കണ്ണിന്റെ കോർണിയയ്ക്ക് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നതിനാണ് സെറോതാൽമിയ എന്ന് പറയുന്നത്. ഇനി നൈറ്റ് ബ്ലൈൻഡ്നസ്, രാത്രി കണ്ണ് കാണായ്മ, നൈറ്റ് ബ്ലൈൻഡ്നസ്. ഇനി വൈറ്റമിൻ B1 കിട്ടുന്നത് മിൽക്കിന്നും ഗ്രീൻ വെജിറ്റബിൾസിനുമാണ്. വൈറ്റമിൻ B1ന്റെ കുറവ് കാരണം ഉണ്ടാവുന്ന ഡിസീസാണ് ബെറി. ഓക്കെ, ബെറി ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പില്ലായ്മ, പിന്നെ വളർച്ചയിലുള്ള പ്രശ്നങ്ങൾ, അതിനാണ് ബെറി ഡിസീസ് എന്ന് പറയാം. ഓക്കെ, ഇനി വിറ്റാമിൻ B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്കിന്നും എഗ് വൈറ്റിനുമാണ് കിട്ടുക. ഇതില്ലാത്ത ആകുമ്പോഴുള്ള ഡിസീസിന്റെ പേരാണ് ചിലോസിസ്. ഓക്കെ, ഇത് എന്താണ് വെച്ചാൽ ഈ വായയുടെയും ഈ ചുണ്ടിന്റെയും ഭാഗത്തൊക്കെ അലർജി പോലെ തന്നെയാണ് ഈ പറയുന്ന സിലോസിസ് എന്ന് പറയാം. ഓക്കെ, ഇനി വൈറ്റമിൻ B6 എന്ന് പറഞ്ഞാൽ മിൽക്കിന്നും എഗ് യോൾക്കിന്നും കിട്ടുക. ഇത് എഗ് വൈറ്റിന്ന്, ഇത് എഗ് യോൾക്കിന്ന്. ഓക്കെ, ഇത് അധികം പഠിക്കേണ്ട, എന്നാലും ഡിസീസ് പഠിച്ചേക്കാം. B6 ഇത് കാരണം എന്താണ്? കോൺവിൽഷൻസ്, ഇൻവോളണ്ടറി മസിൽ കോൺട്രാക്ഷൻസ്, ഇൻവോളണ്ടറി ആയിട്ടുള്ള മസിൽസ്, നമ്മളായിട്ട് കൺട്രോൾ ചെയ്യാത്ത മസിലുകളുടെ കോൺട്രാക്ഷൻ കാരണം എന്താണ്? ഓക്കെ, ഇനി വൈറ്റമിൻ B12 വൈറ്റമിൻ B12 പറഞ്ഞാൽ പശുമ്പാൽ. അതുപോലെ ഇത് കിട്ടുന്നത് കേർഡിനും എഗ്ഗിനുമാണ്. ഇത് കാരണം ഉണ്ടാവുന്ന ഡിസീസാണ് പെരിനീഷ്യസ് അനേമിയ എന്ന് വെച്ചാൽ RBC ഡെഫിഷ്യൻസി. ഹീമോഗ്ലോബിനിലാണ് RBC ഡെഫിഷ്യൻസിയാണ് B12. ഓക്കെ, വൈറ്റമിൻ B12. ഇനി വൈറ്റമിൻ സി ഗ്രീൻ ലീഫി വെജിറ്റബിൾസിനാണ് കിട്ടുക. വൈറ്റമിൻ സി വേറെ പേര് വിളിക്കും, അതാണ് ആസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ B12 ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട് വൈറ്റമിൻ B12. വൈറ്റമിൻ B6 നമുക്ക് പിരിഡോക്സിൻ കൂടെ പറയാം. വൈറ്റമിൻ B6. അപ്പോൾ നമ്മൾ പറഞ്ഞത് വൈറ്റമിൻ സി ഗ്രീൻ ലീഫി വെജിറ്റബിൾസിനാണ് കിട്ടുക. അതിന്റെ കുറവ് ഉണ്ടാവുന്ന ഡിസീസാണ് സ്കർവി എന്ന് വെച്ചാൽ ബ്ലീഡിംഗ് ഗം എന്ന് പറഞ്ഞാൽ ഈ മോണക്കൊട്ട അങ്ങനത്തെ സംഭവമാണ് ബ്ലീഡിംഗ് ഗം. ഇനി വൈറ്റമിൻ ഡി കിട്ടുന്നത് സൺലൈറ്റിംഗ് ആണ്. കാലത്തെ സൂര്യന്റെ ചൂടിൽ നിന്നൊക്കെ വൈറ്റമിൻ ഡി കിട്ടും, പ്രഭാത സൂര്യന്റെ നിന്നൊക്കെ. അതില്ലാണ്ടുമ്പോൾ കുറവ് ഉണ്ടാകുമ്പോഴുള്ള ഡിസീസാണ് റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ബോൺ ഡിഫോർമേഷൻ ഇൻ ചിൽഡ്രൻസ്, പിന്നെ ഓസ്റ്റോമാലിക്ക ഉണ്ടാവും. അത് പറഞ്ഞാൽ ഈ അഡൽസിന് ഈ ജോയിന്റിൽ ഉണ്ടാകുന്ന പെയിനും അതുപോലെ തന്നെ സോഫ്റ്റ് ബോൺസുമാണ്. ഓക്കെ, ഓസ്റ്റിയോമാലിക്ക ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനും അറിയിക്കുക. ഇനി വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിളിന്റെ ഓയിലുകളിൽ നിന്നൊക്കെയാണ് കിട്ടുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാണ് പ്രശ്നം മസ്കുലാർ വീക്ക്നസ്. പിന്നെ അവസാനമായിട്ട് വൈറ്റമിൻ കെ, അത് ഗ്രീൻ ലീഫി വെജിറ്റബിളിൽ നിന്നാണ് കിട്ടുക. ഇതിന്റെ കുറവ് കാരണം ഉണ്ടാവുന്നതാണ് ഇൻക്രീസ്ഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം എന്നാൽ രക്തം കട്ടപിടിക്കാൻ പോയ സമയം എടുക്കുക. ഇനി പഠിക്കാനുള്ളത് ന്യൂക്ലിക് ആസിഡ് ആണ്. ന്യൂക്ലിക് ആസിഡ് DNA ഉണ്ട്, RNA ഉണ്ട്. DNA എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ഫോം ആക്കി എഴുതാം, ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ്. RNA എന്ന് പറഞ്ഞാൽ റൈബോസ് ന്യൂക്ലിക് ആസിഡ്. ഇനി ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഇത് സിംഗിൾ സ്റ്റാൻഡേർഡ്. പിന്നെ ഇവിടെ ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് വരുന്നത്. ഡിയോക്സി റൈബോസ് ഷുഗർ. ഇവിടെ റൈബോസ് ഷുഗർ ആണ് വരുന്നത്, പിന്നെ ഇതിൽ വരുന്നത് അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗുവാനിൻ. ഇവിടെ പറയുമ്പോൾ അഡിനിൻ, യുറാസിൽ, സൈറ്റോസിൻ, ഗുവാനിൻ. ഓക്കെ,
ഇനി ബോണ്ടിങ് ബിറ്റ്വീൻ ടു ന്യൂക്ലിക് ആസിഡ് ഈസ് കോൾഡ് ആസ് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്. രണ്ട് ന്യൂക്ലിക് ആസിഡുകളുടെ ഇടയിലുള്ള ബോണ്ടാണ് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്. ഇനി ഇറ്റ് ഈസ് ദ മോണോമർ ഓഫ് ഈ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോടൈഡിന്റെ മോണോമറാണ് ഇവിടെ ന്യൂക്ലിയോടൈഡ്. കുറേ ന്യൂക്ലിയോടൈഡ്സ് കൂടുതലാണ് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്. അതാണ് എന്തിനുള്ള കാരണം? ഹെറിഡിറ്റി, ട്രാൻസ്മിഷൻ ഓഫ് ഹെറിഡിറ്റി, പാരമ്പര്യം അങ്ങനെ തലമുറകളോട് കൈമാറാനുള്ള കാരണം എന്താണ്? ഈ പറയുന്ന DNA RNA ആണ്. ട്രാൻസ്മിഷൻ ഓഫ് ഹെറിഡിറ്റി. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ജെനറ്റിക്സിൽ പ്രധാന പങ്കുവയ്ക്കുന്നതാണ് DNA RNA. ഈ ഗ്ലൂക്കോസ് ലെവൽ അത് സിമ്പിളാണ്. ഇൻസുലിൻ എന്തിനാണ്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയാണ്. ഗ്ലൂക്കോൺ പറഞ്ഞാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത്രയാണ് പറയുന്നത്. അപ്പോൾ ഇൻസുലിൻ ഗ്ലൂക്കോൺ പ്രത്യേകത എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഇനി മോഡൽ PYQ എടുക്കാം. മോഡൽ PYQ എടുക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ മോഡൽ എക്സാമിന് ചോദിച്ച ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഹൗ മെനി മോണോസാക്കറൈഡ്സ് യൂണിറ്റ്സ് ആർ പ്രസന്റ് ഇൻ ഷുഗർ പ്രസന്റ് ഇൻ മിൽക്ക്? ഷുഗർ പ്രസന്റ് ഇൻ മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ടോസ് ആണ്. ലാക്ടോസിൽ നമ്മൾ രണ്ട് സാധനങ്ങളാണ് പഠിച്ചത്. ലാക്ടോസ് എന്തൊക്കെയാണ്? ഗ്ലൂക്കോസിന്റെയും ഗലക്ടോസിന്റെയും മോണോസാക്കറൈഡ് രണ്ട് കൂടി ചേരുമ്പോഴാണ് ഉണ്ടാവുക ലാക്ടോസ് ഉണ്ടാവുക. അപ്പോൾ രണ്ടെണ്ണമാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ടു മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ആർ പ്രസന്റ് ആർ ഗ്ലൂക്കോസ് ആൻഡ് ഗലക്ടോസ്. പിന്നെ നമ്മൾ ചോദിച്ചത് DNA ഇതിലാണ് റൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. അതിപ്പോൾ തന്നെ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.